Hi friends, welcome to Commerce Bytes. I hope you people are all doing well. തൊട്ടു മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണണം. കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് നിങ്ങളോട് ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. അതായത് ഇനി നമ്മൾക്ക് കൗണ്ട് ഡൗൺ പോലെ ഡേയ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. August 14th 2021 ആണ് നമ്മളുടെ എക്സാം. അതുകൊണ്ട് ഇനി ഈ ഒരു മാസത്തേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് കുറേ സീരിയൽസും അതുപോലെ കുറച്ച് സീരീസും അല്ലെങ്കിൽ കുറേ അധികം മൂവീസൊക്കെ ഇറങ്ങും. അപ്പോൾ അത് ഒന്ന് നമ്മളുടെ August 14th 2021 കഴിഞ്ഞിട്ട് കാണാം എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അണ്ടർസ്റ്റുഡ്? അല്ലെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക്. നമ്മളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു പ്രൈം മോട്ടീവ്, നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഒൺലി കേരള സെറ്റ് 2021 ആയിരിക്കണം. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി എന്നുള്ള ഒരു ഓപ്ഷനിലേ വെക്കാൻ പാടുള്ളൂ. കാരണം ഇനി നമ്മുടെ മുന്നിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. സോ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു our question paper series. So moving to our first question number 1, graphics suited well for. Graphics ഏത് ടൈപ്പ് ഓഫ് ലേണിങ്ങിനാണ് സ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ സിംബോളിക് ലേണിംഗ്, ഓപ്ഷൻ ബി സെൻസറി മോട്ടോർ ലേണിംഗ്, ഓപ്ഷൻ സി ഐക്കോണിക് ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി വെർച്വൽ ലേണിംഗ്. ഓക്കെ, ഹിയർ ഇവിടെ സിംബോളിക് ലേണിംഗ് പറഞ്ഞിട്ടുണ്ട്, ഐക്കോണിക് ലേണിംഗ് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും കേട്ട് വല്ല പരിചയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവും. കാരണം ജെറോം എസ് ബെർണറിൻ്റെ 3 modes ഓഫ് റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ആ ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ആ 3 modes ഓഫ് റെപ്രസെൻറ്റേഷനിൽ വരുന്നതാണ് എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. EIS എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. എനാക്റ്റീവ് എന്ന് പറയുന്നത് ലേൺ ത്രൂ മൂവ്മെൻറ്റ്സ് എന്നും, ഐക്കോണിക് എന്ന് പറയുന്നത് ലേൺ ത്രൂ ഇമേജസ് എന്നും, സിംബോളിക് എന്നുള്ളത് ലേൺ ത്രൂ സിംബൽസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ടോ അത്? ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്തോളൂ. കാരണം ഈ ഒരു ജെറോം എസ് ബെർണറിൻ്റെ 3 modes ഓഫ് റെപ്രസെൻറ്റേഷൻ പല പ്രാവശ്യം ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നോക്കൂ, വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. നിങ്ങളൊന്ന് റെഡ് ഇങ്ക് വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തോളൂ. ജെറോം എസ് ബെർണറിൻ്റെ 3 modes ഓഫ് റെപ്രസെൻറ്റേഷൻ എനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഓക്കെ, സോ ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും അതിൻ്റെ ആൻസർ എന്നുള്ളത്. യെസ്, ദാറ്റ് ഈസ് ഐക്കോണിക് ലേണിംഗ്. ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇമേജസ് ആണ് എന്നുള്ളത്. സോ ഇമേജസ് ഏത് ടൈപ്പ് ഓഫ് ലേണിങ്ങിലാണ് നമ്മൾ പഠിക്കുന്നത്? യെസ്, ദാറ്റ് ഈസ് ഐക്കോണിക് ലേണിങ്ങിലാണ് നമ്മൾ ഇമേജസിനെ പറ്റി പഠിക്കുന്നത്. സിംബോളിക് ലേണിങ്ങിൽ സിംബൽസിനെ പറ്റിയിട്ടാണ്. പിന്നെ ഈ സെൻസറി മോട്ടോർ ലേണിംഗ് അത് എവിടെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? അതെ, പൈഗറ്റിൻ്റെ സ്റ്റേജിലാണ് സെൻസറി മോട്ടോർ ലേണിങ്ങിൽ അല്ലെങ്കിൽ സെൻസറി മോട്ടോർ സ്റ്റേജിനെ പറ്റി പറയുന്നത് അല്ലേ. സോ ഈ സെൻസറി മോട്ടോർ ലേണിംഗ് അതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റാണ്, പൈഗറ്റിലാണ് നമുക്കറിയുന്നത്. ഓക്കെ, പിന്നെ പറയുന്ന വെർച്വൽ ലേണിംഗ് നമ്മളുടെ ഇപ്പോഴത്തെ സ്കൂളുകളിൽ കൂടുതൽ അഡാപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോമല്ലേ. ഇപ്പോൾ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ സ്മാർട്ട് ക്ലാസ്, ആ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് വെർച്വൽ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, question number 2, type of education technology which has its origin in behavioral science. Options are: option A hardware approach, option B software approach, option C cyber stalling and option D cyber defamation. Here the answer will be software approach. So let's check out what is software approach in detail. So software approachനെ we can also be termed as instructional technology എന്നോ അല്ലെങ്കിൽ ടീച്ചിങ് ടെക്നോളജി എന്നോ ബിഹേവിയറൽ ടെക്നോളജി എന്നോ അങ്ങനെ പല പേരിൽ നമുക്ക് സോഫ്റ്റ്വെയർ അപ്രോച്ചിനെ വിളിക്കാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, സോഫ്റ്റ്വെയർ അപ്രോച്ചിന് എത്ര പേരുകളുണ്ട്? ഇൻസ്ട്രക്ഷണൽ ടെക്നോളജി, ടീച്ചിങ് ടെക്നോളജി, ബിഹേവിയറൽ ടെക്നോളജി, അങ്ങനെ 3 ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് ഫ്രം behavioral science and their applied aspects concerning psychology of learning. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു സോഫ്റ്റ്വെയർ അപ്രോച്ച് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഫ്രം ദി ബിഹേവിയറൽ സയൻസിൽ നിന്നാണ്. ആൻഡ് their applied aspects concern psychology of learning. അണ്ടർസ്റ്റുഡ്? ഇനി നമുക്ക് ബിഹേവിയറൽ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഇവിടെ പറയുന്നില്ലേ, അതിനെപ്പറ്റി ഒരു 2 sentences ഒന്ന് നോക്കാം. റേഞ്ച് ഓഫ് എക്സ്പെരിമെൻ്റലി established techniques and approach which are designed to effect behavioral changes. ബിഹേവിയറൽ ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ളതാണ്.
ആൻഡ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ, ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് പ്രൊസീജിയർ ആക്സെപ്റ്റഡ് ബൈ ദ സയൻറ്റിസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സയൻറ്റിഫിക് ബിഹേവിയർ അനാലിസിസ്. ഈ ഒരു ബിഹേവിയറൽ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് സയൻറ്റിസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയറാണ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സയൻറ്റിഫിക് ബിഹേവിയർ അനാലിസിസ്. ഓക്കെ, സോ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്രോച്ച് എന്താണ്, അതുപോലെ തന്നെ ബിഹേവിയറൽ ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്? പിന്നെ ഇവിടെ ഓപ്ഷൻ എയിൽ പറയുന്ന ഹാർഡ്വെയർ അപ്രോച്ച് ഇല്ലേ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആൻ അപ്രോച്ച് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് എഞ്ചിനീയറിംഗ് principle for developing electromechanical instruments like motion pictures, tape records, teaching machines, computers, videotapes, closed circuit television. So hardware approach എന്തിനാണ് അത്, which is based on the application of engineering principles for developing ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്ക് വേണ്ട ഇലക്ട്രോ മെക്കാനിക്കലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. മോഷൻ പിക്ചേഴ്സ് ഇല്ലേ, ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്ന പിക്ചേഴ്സ്, അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡ്സ്, ടീച്ചിങ് മെഷീൻസ്, അതിനെയൊക്കെയാണ്, ആ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചിനെയാണ് ഹാർഡ്വെയർ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ആർ ദ ടേംസ് വിച്ച് ഇസ് മെൻഷൻഡ് ഇൻ ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി. ദാറ്റ് ഈസ് ഓപ്ഷൻ സിയിൽ പറയുന്നത് സൈബർ സ്റ്റോക്ലിംഗ് ആണ്, വിച്ച് മീൻസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ടു ഹരാസ് ഓർ ത്രെറ്റൻ സംവൺ വിത്ത് ഫിസിക്കൽ ഹാം. സൈബർ ബുള്ളിയിങ് അതുപോലെ തന്നെ സൈബർ സ്റ്റോക്കിങ്ങും are used for the same kind of communication, but cyberbullying is a usual term when minors are involved. So ഇവിടെ പറയുന്ന സൈബർ സ്റ്റോക്ലിംഗ് എന്ന് പറയുന്നത് this is a electronic communication to harass or threaten someone with physical harm. നമ്മൾ മറ്റൊരാളെ ഹരാസ് ചെയ്യാനോ ത്രെട്ടൻ ചെയ്യാനോ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനാണ് സൈബർ സ്റ്റോക്ലിംഗ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഭയങ്കര കോമൺ ആയിട്ട് കേട്ടിരിക്കുന്ന ഒരു ടേമാണ് സൈബർ ബുള്ളിയിങ്. ഈ സൈബർ ബുള്ളിയിങ് യൂഷ്വലി യൂസ് ചെയ്യുന്നത് മൈനേഴ്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള കേസിലാണ് കൂടുതലും സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് ദ നെക്സ്റ്റ് ടേം വിച്ച് ഇസ് സൈബർ ഡിഫേമേഷൻ, വിച്ച് ഇസ് നോട്ട് എ സ്പെസിഫിക് ക്രിമിനൽ ഒഫൻസ് but rather defamation or slander conducted via digital media. ഇതും ഡിജിറ്റൽ മീഡിയയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് which occurs when the computer is connected to the network or internet which is used as a tool or a medium to defame a person or an entity. നമ്മൾ ഒരാളെ അടിച്ചമർത്തുക ഇല്ലെങ്കിൽ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് സൈബർ ഡിഫേമേഷൻ. ഓക്കെ, വിച്ച് ഇസ് നോട്ട് എ സ്പെസിഫിക് ആയിട്ട് ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ മെയിനായിട്ട് ഫോക്കസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഡിഫെയിം എ പേഴ്സൺ ആണ്. ഓക്കെ, സോ ഈ രണ്ട് ടേംസ് ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെസ്റ്റ് വേ ഓഫ് ടീച്ചിങ് വാല്യൂസ്. ഞാൻ പലതവണ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോർഷനാണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ വാല്യൂസ് എന്നുള്ളത് വളരെ കുറവ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ. അതുകൊണ്ട് തന്നെ കേരള സെറ്റ് എക്സാമിനേഴ്സിൻ്റെ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ വാല്യൂസിനെ പറ്റിയിട്ടായിരിക്കും. ദാറ്റ് ഈസ് ഫോർ ഷ്യൂർ. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ബെസ്റ്റ് വേ ഓഫ് ടീച്ചിങ് വാല്യൂസ്. നമ്മൾ കുട്ടികളെ വാല്യൂസ് പഠിപ്പിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പ്രീച്ചിങ്, ഓപ്ഷൻ ബി പ്രാക്ടീസിങ്, ഓപ്ഷൻ സി സെർമണൈസിങ് ആൻഡ് ഓപ്ഷൻ ഡി റെയിൻഫോഴ്സിങ്. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് പ്രാക്ടീസിങ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യൂസിൻ്റെ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ ആസ് എ ടീച്ചർ നമ്മൾക്ക് വാല്യൂസ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത് പ്രാക്ടീസിങ് ആണ്. ഓക്കെ, ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുക, അങ്ങനെ അവർക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു വാല്യൂസിൻ്റെ value മനസ്സിലാവുന്നത്. Okay, going to next question, every individual has an equal chance of being selected by the method of. Options are option A quarter sampling, option B purposive sampling, option C systematic sampling and option D random sampling. Here the answer will be random sampling. ഞാൻ types of sampling നെ പറ്റി റിസർച്ച് സീരീസിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ദോ ഞാൻ ഈ ടൈപ്സ് ഓഫ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 4 ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിനെ പറ്റി നമുക്കൊന്ന് പറയാം. റൈറ്റ്, ആദ്യം പറഞ്ഞിരിക്കുന്നത് ക്വാർട്ടർ സാമ്പിളിംഗ് ആണ്. സോ ഇൻ ക്വാർട്ടർ സാമ്പിളിംഗ്
The population is divided into groups, then each group is allocated quota of the same proportion as it has in total population, in similar to the stratified random sampling. Stratified random sampling പോലെ തന്നെയാണ് quota sampling. അതായത് ഇപ്പോൾ ഒരു പോപ്പുലേഷനിൽ 500 റിസർച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കൂ. അതിൽ 50% ബിലോങ് ടു സയൻസ്, 40% ബിലോങ് ടു സോഷ്യൽ സയൻസ്, 10% ബിലോങ് ടു ലാംഗ്വേജസ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് 100 സാമ്പിൾ വേണമെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷനില്ലേ, ഇപ്പോൾ പറഞ്ഞ 50%, 40%, 10%, ആ ഒരു പ്രൊപ്പോർഷനിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? അതാണ് ക്വാട്ട സാമ്പിളിംഗ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ പേർപ്പസീവ് സാമ്പിളിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ പേർപ്പസീവ് സാമ്പിളിങ്ങിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ് ആണ്. പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് പേർപ്പസീവ് സാമ്പിളിംഗ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ജഡ്ജ്മെൻറ്റ് നടത്താനുണ്ട്. ഓക്കെ, ദ പേഴ്സൺ ഹൂ ക്യാൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ റിസർച്ച് എന്നുള്ള ആ ഒരു ആൾക്കാർ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് പേർപ്പസീവ് സാമ്പിളിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറഞ്ഞത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, യൂണിഫോം ഇൻ്റർവെൽ. അതായത് ഒരു സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന് ഒരു പെർട്ടിക്കുലറായിട്ട് ഒരു ഓർഡർ ഉണ്ടാവും. അതായത് ലൈക്ക് സെലക്ടിങ് എവറി 9th യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ 10, 20, 30, 40, 50, 60, 70, 80 എന്നുള്ളൊരു പാറ്റേണിലായിരിക്കും പോകുന്നത്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സാമ്പിളിംഗ് ആണ്. യൂണിഫോം ഇൻ്റർവെല്ലാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അണ്ടർസ്റ്റുഡ്? സോ നമ്മളിപ്പോൾ ക്വാർട്ടർ സാമ്പിളിംഗ് പറഞ്ഞു, ഓരോ ക്വാർട്ടേഴ്സ് ഉണ്ട്. പേർപ്പസീവ് സാമ്പിളിംഗ് പറഞ്ഞു, പേർപ്പസീവ് സാമ്പിളിങ്ങിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പേർപ്പസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പേർപ്പസീവ് സാമ്പിളിങ്ങിൻ്റെ മറ്റൊരു പേര് പറഞ്ഞു, ദാറ്റ് ഇസ് ജഡ്ജ്മെൻറ്റൽ സാമ്പിളിംഗ്. ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് കുറേ ഉണ്ട് കേട്ടോ ആ ഒരു പോയിൻറ്റിന്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പറഞ്ഞു, അതായത് ആ ഒരു യൂണിഫോം ഇൻ്റർവെല്ലിൽ ബേസ് ചെയ്തായിരിക്കും. പിന്നെ റാൻഡം സാമ്പിളിംഗ് പറഞ്ഞു. റാൻഡം സാമ്പിളിംഗ് എന്താ? എവറി ഇൻഡിവിജ്വൽ ഹാസ് ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്. ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ ആ 100 ആൾക്കാർക്കും ചാൻസസ് ഉണ്ട്, സെലക്ഷൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ച് സീരീസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ദ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഈ ഒരു ടൈപ്സ് ഓഫ് സാമ്പിളിങ്ങിനെ പറ്റിയിട്ടുള്ളത്. സോ ഡു നോട്ട് മിസ് ഔട്ട് ടു വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, moving to next question. Statement that researcher insert in his thesis which he believed to be the fact but cannot verify is termed as. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എ റിസർച്ചർ ഇൻസേർട്ട് ഇൻ ഹിസ് തീസിസ്. റിസർച്ചർ അദ്ദേഹത്തിൻ്റെ ഒരു തീസസിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കയറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കൂ. ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഹീ ബിലീവ്സ് ടു ബി എ ഫാക്ട്. അതൊരു ഫാക്റ്റാണെന്ന് അദ്ദേഹം ബിലീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറ്റ് കനോട്ട് ബി വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ടേമിനെ, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ ഡീലിമിറ്റേഷൻ, ഓപ്ഷൻ ബി ആക്സിയോം, ഓപ്ഷൻ സി അസംഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഹൈപ്പോത്തസിസ്. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ദാറ്റ് ഇസ് അസംഷൻ. സോ ഇനി നമുക്ക് ഈ 4 ഓപ്ഷനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അല്ലേ. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഡീലിമിറ്റേഷൻ ഓഫ് ദ സ്റ്റഡി ആർ ദ ഫാക്ടേഴ്സ് ആൻഡ് വേരിയബിൾസ് വിച്ച് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻവെസ്റ്റിഗേഷൻ. നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഫാക്ടേഴ്സും വേരിയബിൾസ് എല്ലാം ഉണ്ടാവും അല്ലേ. ആ വേരിയബിൾസ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഫാക്ടേഴ്സിനാണ് ഡീലിമിറ്റേഷൻ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ദേ ആർ ദ ബൗണ്ടറീസ് ദ റിസർച്ചേഴ്സ് സെറ്റ് ഇൻ ടേംസ് ഓഫ് സ്റ്റഡി ഡ്യൂറേഷൻ ആൻഡ് പോപ്പുലേഷൻ സൈസ്. അതായത് ഒരു റിസർച്ചർ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരു ലിമിറ്റഡായിട്ടൊരു ഏരിയ ആയിരിക്കും, ഒരു ലിമിറ്റഡായിട്ടൊരു സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡായിട്ടൊരു ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ, ടൈം ഡ്യൂറേഷൻ. സോ അതിനുള്ളിൽ ചിലപ്പോൾ ഈ ഫാക്ടേഴ്സും അതുപോലെ തന്നെ വേരിയബിൾസും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സും വേരിയബിൾസാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിയം ഇൻ റിസർച്ച്. A maxim or a statement that is considered so accurate or self-evident that is widely accepted as a foundation on which arguments can be built or a truth from which other truths can be deduced. അതായത് ഈ ഒരു ആക്സിയം എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആക്യുറേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ സെൽഫ് എവിഡൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിൽ അതൊരു ട്രൂത്താണ് എന്ന് പറഞ്ഞ് അതിൽ നമുക്ക് കുറേ അധികം ഫൗണ്ടേഷൻസ് കെട്ടിപ്പടുക്കാൻ പറ്റും.
ഓക്കെ, സോ അങ്ങനെ ഒരു ട്രൂത്ത് സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ആക്സിയം എന്ന് പറയുന്നത്. സോ ഈ ആക്സിയത്തിന് മാക്സിയം ഓർ ദ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അസംഷൻ. അസംഷൻ എന്ന് പറയുന്നത് അൺഎക്സാമിൻഡ് ബിലീഫാണ്. വാട്ട് വി തിങ്ക് വിത്തൗട്ട് റിയലൈസിങ് വി തിങ്ക് ഇറ്റ്. അതായത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ അതൊരു ഫാക്റ്റാണെന്ന് നമുക്കറിയാം, നമ്മളങ്ങനെ വിശ്വസിക്കുന്നു, പക്ഷേ നമുക്കതങ്ങ് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അത് നമ്മളൊരു അസംഷനായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത്, അതങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് അസംഷൻ. ആൻഡ് ലാസ്റ്റ് പറയുന്നത് എന്താ? ഹൈപ്പോത്തസിസ്. ഒരു റിസർച്ചർക്ക് ആ ഒരു പെർട്ടിക്കുലർ റിസർച്ച് ചെയ്യുമ്പോൾ, അദ്ദേഹത്തിൻ്റെ തീസിസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മെയിൻ ഹീറോ ആണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ് റിസർച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാട്ടോ. അത് നിങ്ങൾ PhD ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ യു പീപ്പിൾ വിൽ ബി ഫെമിലിയർ വിത്ത് ദ ടേം ഹൈപ്പോത്തസിസ്. അത് സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ടെസ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ, അതൊരു പ്രൊഡക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അബൌട്ട് ദ പോസിബിൾ ഔട്ട്കം ഓഫ് എ സയൻറ്റിഫിക് റിസർച്ച് സ്റ്റഡി. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്നുള്ളത് ഒരു സ്പെസിഫിക് ആയിട്ട്, ക്ലിയർ ആയിട്ട്, ടെസ്റ്റബിൾ ആയിട്ട് ഉള്ളൊരു predictable statement ആണ് about a possible outcome of a scientific research study based on a particular property of a population. Okay, so ഈ 4 ടേംസിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. So let's move to the last question. Question number 7. Micro teaching is one of the trends in education insist on. മൈക്രോ ടീച്ചിങ്ങിനെ പറ്റി ഞാൻ പലതവണ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മൈക്രോ ടീച്ചിങ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണെന്നുള്ളത്. മൈക്രോ ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്തത് ഡ്യുവാറ്റ് അലൻ ആണ്. അത് ഞാൻ ലാസ്റ്റ് 2 വീഡിയോസിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ടീച്ചിങ് സ്റ്റുഡൻസ് ബൈ ഡിവൈഡിങ് ദം ഇൻ ടു സ്മോൾ ഗ്രൂപ്പ്സ്. സ്റ്റുഡൻസിനെ നമ്മൾ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പഠിപ്പിക്കുന്നതാണോ മൈക്രോ ടീച്ചിങ്? നോ. ഓപ്ഷൻ ബി പറയുന്നത് ടീച്ചിങ് ഓഫ് മൈന്യൂട്ട് പോയിൻറ്റ്സ് ഓഫ് ദ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റ്സ് നമ്മൾ പഠിപ്പിക്കുന്നതാണോ? അല്ല. ഓപ്ഷൻ സി, ഫൈൻഡിങ് ഔട്ട് സബ്ടൈൽ ഡൗട്ട്സ് ഇൻ മൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ഉള്ളിലെ മൈൻഡ്സ് നമ്മൾ പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണോ? അല്ല. ഓപ്ഷൻ ഡി, മാസ്റ്ററിങ് ഓഫ് വേരിയസ് സ്കിൽസ് ഓഫ് ടീച്ചിങ് വിത്ത് സ്പെഷ്യൽ അറ്റൻഷൻ. ദാറ്റ്സ് ദ കറക്റ്റ് ആൻസർ. അതായത് ടീച്ചിങ്ങിലുള്ള പലതരമുള്ള സ്കിൽസ് ഇല്ലേ, എങ്ങനെ പഠിപ്പിക്കണം, ഏതൊക്കെ രീതിയിലൂടെ പഠിപ്പിക്കണം എന്നുള്ളതെല്ലാം ആ ഒരു കാര്യത്തിലൊക്കെ മാസ്റ്ററിങ് ചെയ്യുന്നതാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ് എന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ പഠിക്കാനും വളരെ സിമ്പിളാണ് അല്ലേ. പക്ഷേ ഈ ഒരു മൈക്രോ ടീച്ചിങ്ങിനെ പറ്റി ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ ഡൗട്ട്ഫുൾ ആവും. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏതൊരു ടേം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാലും ഡു ഫോക്കസ് ദാറ്റ് ടേം ആൻഡ് ഗോ സ്റ്റഡി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടേമിനെ പറ്റി കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എന്ത് കാര്യത്തിനും വേണമെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം എന്നൊരു ഓപ്ഷൻ വളരെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അണ്ടർസ്റ്റുഡ്? So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.